വീടിനടുത്ത് ടവർ ആണെങ്കിൽ ഇഷ്ടം പോലെയുണ്ട്, പക്ഷേ വീട്ടിൽ റേഞ്ചേ ഇല്ല. മൊബൈൽ ഡാറ്റയ്ക്കാണെങ്കിൽ സ്പീഡും ഇല്ല. യൂട്യൂബിലെ ഒരു വീഡിയോ ഒക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ ഇരുന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം പരാതിയുമായി നമ്മുടെ ഷോപ്പിൽ വരുന്നവരുടെ എണ്ണം ഓരോ ദിവസവും കൂടി വരികയാണ്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ പരിഹാരമായിരിക്കുന്നു. ആ സന്തോഷ വാർത്ത നിങ്ങളുമായി പങ്കിടാനാണ് ഇങ്ങനെ ഒരു വീഡിയോയുമായി വന്നിട്ടുള്ളത്. യൂറോപ്പിലെ ഏറ്റവും വലിയ പർവ്വതനിരയിൽ ഒന്നായ വെൽഷ് പർവ്വതത്തിൽ മൊബൈൽ ഫോണുകൾക്ക് ഒട്ടും തന്നെ സിഗ്നലുകൾ കിട്ടാറേയില്ല. കഴിഞ്ഞ ദിവസം വഡാഫോൺ കമ്പനിയുടെ ഒരു എഞ്ചിനീയർ റോവാൻ ചെസ്മർ എന്ന് പറയുന്ന ആള് ഒരു ഒട്ടും സിഗ്നൽ കിട്ടാത്ത ഒരു ഏരിയയിൽ ഇരുന്ന് തൻ്റെ കമ്പനിയുടെ CEO ആയിട്ടുള്ള മാർഗരീത്ത ഡെല്ല വെല്ലയെ അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന നമ്മളെല്ലാം ഉപയോഗിക്കുന്ന സൈസ് ഒരു സാധാരണ ഫോണിൽ നിന്നും വിളിച്ച് സംസാരിക്കുകയുണ്ടായി. അതൊരു വീഡിയോ കോൾ ആയിരുന്നു. മാത്രമല്ല, ആ വീഡിയോ കോളിനോടൊപ്പം തന്നെ അവർ പരസ്പരം ടെസ്റ്റുകൾ കൈമാറുകയുണ്ടായി, വോയിസ് കാളുകൾ കൈമാറുകയുണ്ടായി, ഡാറ്റകൾ പരസ്പരം ട്രാൻസ്ഫർ ചെയ്യുകയുണ്ടായി. അങ്ങനെ ഒരു മൊബൈൽ ഫോണിലൂടെ ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും അവർ ആ വീഡിയോ കോളിനോടൊപ്പം തന്നെ ചെയ്യുകയുണ്ടായി. ഇതൊക്കെ ചെയ്ത് തന്നെ ഒട്ടും മൊബൈൽ ഫോൺ കവറേജ് ഇല്ലാത്ത ആ സ്ഥലത്ത് സാറ്റലൈറ്റ് ഉപയോഗിച്ചായിരുന്നു. ഇതിനായിട്ട് അവർ ഉപയോഗിച്ചതാട്ടെ ഏതാണ്ട് 5ഓളം സാറ്റലൈറ്റിൻ്റെ സഹായമായിരുന്നു. ഭൂമിയോട് തൊട്ടടുത്താണ് മിക്ക സാറ്റലൈറ്റുകളും സ്ഥിതി ചെയ്യുന്നത്. ഏതാണ്ട് 120-200 കിലോമീറ്ററാണ് ഭൂമിയും ഈ സാറ്റലൈറ്റുകളും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് തന്നെ വളരെ ദൂരെയുള്ള ഒരാളുമായി സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നിലധികം സാറ്റലൈറ്റുകളുടെ സഹായം നമുക്ക് ആവശ്യമാണ്. ഇതിനായി അവർ AST സ്പേസ് മൊബൈലിൻ്റെ സേവനമാണ് ഉപയോഗിച്ചത്. ഏതാണ്ട് 120 ഗിഗാബൈറ്റ്സ് സ്പീഡിലുള്ള ട്രാൻസ്മിഷനാണ് ഇതിനു വേണ്ടി ഉണ്ടായിരുന്നത്. അപ്പം ഈ സാങ്കേതികവിദ്യ എത്രയും വേഗം യൂറോപ്പിലെല്ലാം വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. 2026 നമ്മുടെ ഇന്ത്യ ഉൾപ്പെടെ ലോകം മുഴുവനുള്ള രാജ്യങ്ങളിലേക്ക് ഈ സേവനം വ്യാപിപ്പിക്കാനാണ് വഡാഫോൺ കമ്പനി ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. റേഞ്ച് ഇല്ല, അതല്ലെന്നുണ്ടെങ്കിൽ ടവർ ഇല്ല എന്നൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് പരാതികളാണ് സാധാരണ ഉപഭോക്താക്കളിൽ നിന്നും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ ഇതോടുകൂടി പരിഹാരമാകുകയാണ്.